ആലോചന ഭാഗത്തിലേക്ക് കടക്കാം. എന്താണ് കടമ, കടപ്പാട്? കഴിഞ്ഞ ആഴ്ച നമ്മൾ കുറച്ച് ചിന്തിച്ചു. കടപ്പാടുകൾ മറന്നുപോയത് അല്ലേ? ആരോടാണ് കടമയും കടപ്പാടും? ഒത്തിരി പേരുണ്ട്. അമ്മ, അപ്പൻ, അല്ലേ, സഭാ ശുശ്രൂഷകര്, നമ്മളെ ശുശ്രൂഷിച്ച് കൈപിടിച്ച് നടത്തിയവര്, അങ്ങനെ ഒത്തിരി പേരുണ്ട്. അതില് സമൂഹം തൊട്ട് ഒരുപാട് പേര് വരും. പക്ഷെ നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒത്തിരി പേരുണ്ട്, അല്ലേ? അപ്പനമ്മ, ശുശ്രൂഷ, നിങ്ങളെ നടത്തുന്നവരെ എന്ത് ചെയ്യുക? വചനമാ. നിങ്ങളെ നടത്തുന്നവരെ എന്ത് ചെയ്യുക? അവരുടെ ജീവിത അവസാനം ഓർത്ത് നിങ്ങൾ എന്തായിരിക്കണം? അതിനെ പിന്തുടരുക, അനുഗമിക്കുക. ശ്രദ്ധിക്കണേ, വെറുതെ എന്റെ കയ്യിൽ നിന്ന് എടുത്തു വാങ്ങല്. അപ്പോ ഈ കടമയും കടപ്പാട് എന്താണെന്ന് കഴിഞ്ഞ ഒരാഴ്ച മുതൽ യഥാർത്ഥത്തെ നല്ലോണം മനസ്സിലായില്ല. അവരുടെ ഭാഷ മനസ്സിലാകത്തുള്ളൂ. അതുകൊണ്ട് നമുക്ക് ആ സംഭവത്തെ ഒന്ന് കാണാം. ഒരു സ്വന്തം അതിനെ ഒന്ന് മനസ്സിലാക്കുമ്പോ എന്താണ് കടമയും കടപ്പാടുകളൊക്കെ എന്ന് നമുക്ക് മനസ്സിലാവും, അല്ലേ? ആണോ? കടമയും കടപ്പാടുകളൊക്കെ എന്താണ്? എടുക്കാം, വേദപുസ്തകം തുറക്കാം. ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായം. എഴുതാൻ ഒരാളെ ശബ്ദം ഉയർത്തി വായിക്കും. ആദ്യം തൊട്ട് അതിന് ശേഷം ഒരാൾ വായിക്കും. പുസ്തകം തുറന്നു വെച്ചോ. ദൈവം അബ്രഹാമിനെ പരീക്ഷിച്ചതെന്നാൽ ഇവിടെ തൊട്ട് ശ്രദ്ധിക്കണേ. നിന്റെ മകനെ നീ സ്നേഹിക്കുന്ന നിന്റെ ഏകജാതനായ ഇസ്ഹാക്കിനെ തന്നെ കൂട്ടിക്കൊണ്ട് മോറിയ ദേശത്ത് ചെന്ന് അവിടെ ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന ഒരു മലയിൽ അവനെ ഹോമയാഗം കഴിക്കുക എന്ന് അരുളി ചെയ്തു. അടുത്തത്, അബ്രഹാം അധികാലത്ത് എഴുന്നേറ്റു മൂന്നാം ദിവസം മതി. ഇനി പുസ്തകം മടക്കി വരും. കടമ എന്ത്, കടപ്പാട് എന്നത് വളരെ ശാന്തമായിട്ട് ചിന്തിക്കുക. ഇത് നമ്മുടെ അകത്ത് വരണം. എങ്ങനെ? ഇത് നമ്മുടെ അകത്ത് ആദ്യം ശ്രദ്ധിച്ചോ. കടമയ്ക്കകത്ത് ശ്രദ്ധിച്ചോണം. ഇത് ദൂത. ഇതാണ് അടുത്ത ആഴ്ച എണ്ണാൻ പോകുന്നത്. അതുകൊണ്ട് അച്ഛന്മാരും അമ്മമാരൊക്കെ കേട്ടോ. കടമയ്ക്ക് അകത്ത് പറയും. കടമയ്ക്കകത്ത് ശ്രദ്ധിക്കുന്നു. കടമ എന്ന് പറഞ്ഞാൽ കടമയ്ക്കകത്ത് ഒന്ന് വിലപ്പെട്ടതും വിലയേറിയതും. മനസ്സിലായോ? എന്തൊക്കെയാണ് വിലപ്പെട്ടതും വിലയേറിയതും? കടമയുടെ മുമ്പാകെ ദാനം കൊടുക്കും, ഏൽപ്പിച്ചു കൊടുക്കും. അല്ല പിടികിട്ടിയ ഈ രണ്ട് പദം അടുത്ത ആഴ്ച ഞാൻ ചോദിക്കും. സ്വസ്തിയുടെ കയ്യിൽ എന്തോ മറക്കും, കടപ്പാട് മറക്കും, അല്ലേ? ഇനി കടപ്പാട് എന്താണെന്ന് പഠിക്കുക. കടപ്പാട് എന്താണ്? കടപ്പാടിന്റെ മുമ്പിൽ വിലപ്പെട്ടതും വിലയേറിയതും. ആ ഹൃദയത്തിന്റെ അകത്തോട്ട് ഈ തിരുവെടുത്ത് വന്ന് കയറണം. ഇന്ന് മുതൽ ഈ തിരുവെടുത്ത് കേൾക്കുന്ന ദൈവത്തിന്റെ പൈതല്, നിനക്ക് ഇതിനകത്ത് എങ്ങനെ പങ്കാളിയാകാമെന്ന് ചോദിച്ചാൽ, കടമ നിർവഹിക്കുന്ന ഒരു വ്യക്തിക്ക്, കടമ നിർവഹിക്കുന്ന ഒരു
എന്താണ് കടമയെന്ന് ദൈവത്തിന്റെ സഭയെ ഇതുവരെ പരിശുദ്ധാത്മ ഇടപെടുകയാണ്. നീ കടമ അനുഷ്ഠിക്കുന്ന ഒരു ദൈവദാസനാണെങ്കിൽ, നീ കടമ അനുഷ്ഠിക്കുന്ന ഒരു ദൈവത്തിന്റെ പൈതലും ഒരു ദൈവദാസിയുമാണെങ്കിൽ, ആത്മാവ് വരുന്നതിനുള്ള ദൂത് കേട്ടോ. നിനക്ക് വിലയേറിയത്, നിനക്ക് വിലപ്പെട്ടത്, ആമേൻ, നീ അത് ധാരാളമായി കൊടുക്കത്തക്കവണ്ണം നിന്റെ ഹൃദയ മണ്ഡലം ദൈവം നിയോഗത്താൽ ചലിക്കപ്പെടാൻ തുടങ്ങും. അകത്ത് വന്നോ മക്കളെ? അകത്ത് വന്നോ? അകത്ത് ദൂത് വരുന്നോ? ദൈവദാസന്മാരെ, അകത്ത് ദൂത് വരുന്നോ? ഞാനും നിങ്ങളും കടമ ചെയ്യാൻ ആത്മാവിൽ നിയോഗിക്കപ്പെടുന്നവരാണെന്ന് എങ്ങനെ മനസ്സിലാക്കാം? ഒന്നും കൂടെ പറയാം. ഞാനും നിങ്ങളും കടമകൾ നിർവഹിക്കാൻ എങ്ങനെ ചെല്ലണമെന്നറിയാമോ? കടമ ചെയ്യാൻ പോകുന്ന വ്യക്തിക്ക് വിലയേറിയത്. കരപ്പെടുത്തെന്ന് പറഞ്ഞ് കടമ ചെയ്യണമെങ്കിൽ വിലയേറിയത് എന്ത് ചെയ്യണം? കഷ്ടപ്പെടണം, ദാനം കൊടുക്കണം. ദാനം കൊടുക്കാന്ന് പറഞ്ഞാൽ എന്ത് ചെയ്തു? നമ്മുടെ കയ്യിൽ നിന്ന് വിലയേറിയത് മാത്രമാണോ? അടുത്തത് എന്താണ്? വിലയേറിയതും അടുത്തത് സുമാ വിലപ്പെട്ടത്. നമുക്കുള്ള സ്വന്തത്തിൽ വിലപ്പെട്ടത് പലതാ. ഈ പിള്ളേരുടെ വെറുതെ വിലക്കരുത്. നല്ലൊരു ദൂത നിങ്ങളുടെ സുബോധത്തിൽ വരികയും നമുക്ക് വിലപ്പെട്ടത് പലതാ. എന്താണ് വിലപ്പെട്ടത്? പലതാ. നമുക്ക് വിലയേറിയത് എന്ന് പറഞ്ഞാൽ വിലമതിക്കുവാൻ. അപ്പൊ ചിലര് ശ്രദ്ധിക്കുന്നുണ്ട്. വിലയേറിയതെന്ന് പറഞ്ഞാൽ നമ്മൾ കണക്ക് കൂട്ടിയാലും അതിന്റെ മൂല്യം നമുക്ക് നിശ്ചയിക്കാൻ കഴിയും. സഹോദരൻ പറ, യേശുവിന്റെ നാമത്തിൽ ആമേൻ. നീ അബ്രഹാമിലേക്ക് നോക്ക്. നീണ്ട വർഷങ്ങൾ ദൈവത്തിന്റെ സന്നിധിയിൽ കാത്ത് സ്വപ്നം കണ്ട് അവൻ തൊട്ടിലിന്റെ കമ്പം വെട്ടി തൊട്ടിലും ഉണ്ടാക്കി അവൻ പാലുകുപ്പി മേടിച്ച് അവൻ 24 വർഷം വാഗ്ദത്തത്തെ മുറുകെ പിടിച്ച ഒരു ദൈവമനുഷ്യ. ഇരുപത്തിനാലോളം 25ഓളം വർഷങ്ങൾ ഞാൻ നിനക്കൊരു സന്തതിയെ തരും, ഞാൻ നിനക്കൊരു തലമുറയെ തരും. അബ്രഹാം കാത്തിരിക്കുക. അവൻ പുറത്തിറങ്ങി അവൻ സന്ധ്യയ്ക്ക് നോക്കുമ്പോൾ നക്ഷത്രങ്ങള് അബ്രഹാം പിന്നെയും സ്തോത്രം ചെയ്യും. അവൻ കടലിന്റെ സൈഡിൽ കൂടെ നടക്കുമ്പോൾ മണത്തലികളെ കാണുമ്പോൾ വാട്ടക്കം കയറി വരുന്നു. അവിടെ ഞാൻ നിങ്ങൾ അന്യഭാഷ പറയുന്നത് പോലെ അബ്രഹാം ദൈവത്തിന്റെ മകത്വം കൊടുത്തു. മണത്തലി പോലെ നിനക്ക് സന്തതി ഉണ്ടാകും. നീണ്ട 25 വർഷങ്ങൾ കാത്തിരുന്ന ഒരു ദൈവമക്കളിലേക്ക് ഇന്ന് ഭഗവന്റെ ഹൃദയം വരട്ടെ. നമ്മുടെ വീടുകളിൽ ഈ ദൂത് നമ്മൾ ശ്രദ്ധിക്കണം. നമ്മുടെ വീടുകളിൽ നമുക്ക് വിലപ്പെട്ടത് ഒത്തിരിയുണ്ട്. ദേശവും രാജ്യവും സ്ഥലവും എനിക്ക് അറിയത്തില്ല, ഇന്ത്യയാണോന്നും അറിയത്തില്ല. ഈയിടത്ത് ഞാനൊരു ദൂത് കേട്ടു. ഒരു ദൈവ ഭക്തനെയും കുഞ്ഞിനെ എല്ലാം വിളിച്ചുകൊണ്ടുപോയി സുവിശേഷ വിരോധികൾ. ആ ഭക്തനെ ബന്ധിച്ചിട്ടിരിക്കുകയാണ്. ഈ പെൺകുഞ്ഞിനെ കണ്ണിന്റെ മുമ്പിൽ വെച്ച് ഈ കുഞ്ഞിനെ അപമാനിച്ച് കൊല്ലാനായിട്ട് പോകുക. അപ്പൻ ആ കുഞ്ഞാരാ മോളെ? ഹലോ, ഇനി പറയാം, നിങ്ങളുടെ മക്കൾ വിലപ്പെട്ടതുണ്ടോ?
വിടുന്നില്ല. ഉണ്ടോ? വിലയേറിയത് നിങ്ങൾ നോക്കണ്ടോ? ഞാനൊരു ഭാര്യ ഭർത്താവിനെ കുറിച്ച് സാക്ഷ്യം പറഞ്ഞത് കേട്ടത്, ഈ മനുഷ്യരുടെ കൂടെ ഇല്ലായിരുന്നെങ്കിൽ ഞാനൊന്നുമല്ല. ആ മനുഷ്യനൊരു രോഗം വന്നാൽ അവര് ഭ്രാന്തിയാണ്. ഇവിടെ ഒത്തിരി നാൾ വന്നിട്ടുണ്ട്, പേരൊന്നും പറയാൻ ആഗ്രഹിക്കില്ല. അതിന്റെ അർത്ഥം ആ ഭാര്യയ്ക്ക് തന്റെ ഭർത്താവ് എത്ര വിലപ്പെട്ടത്. ഹലോ, ഞാൻ കുടുംബം അങ്ങനെ സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. ഒരു ദിവസം അണ്ണനിച്ചിട്ട് വയ്യായിക വന്നു. ഞാൻ ഈ പറയുന്ന പ്രസംഗിച്ചേച്ചിയെ സുവർണന്റെ വിഷയം ഞങ്ങളുടെ മീറ്റിംഗ് കൂടിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്ക് സാക്ഷ്യം കരയിൽ ഓരോരോ കരച്ചിൽ കരയുക. ഹലോ ഹലോ, നമുക്ക് ഒത്തിരി വിലപ്പെട്ടതുണ്ട്, നമുക്ക് ഒത്തിരി വിലയേറിയതുണ്ട്. കടമ എന്നത് തിരിച്ചറിയണം. ഞാൻ ലൈവായിട്ട് ഈ ദിവസങ്ങളിൽ പണി നടന്നുകൊണ്ട് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുക. ഇവിടത്തെ നമ്മളെ മൂന്നാമത്തെ തലമുറ രാവിലെ ആകുമ്പോൾ അപ്പന്റെ പണക്കീഴ കിടക്കുന്നത്. ഇപ്പൊ കുറച്ച് ദിവസം കൊണ്ട് ഇനി അപ്പന്റെ ചരിത്രം എന്ന് പറയുമ്പോ ഇന്നത്തേക്ക് ഒരു 30 വർഷം പിറകോട്ട് ചിന്തിച്ച അപ്പൻ കിടന്നതാണ് ഇവിടെയാണ്. ഹലോ, അപ്പൻ രാവിലെ ഉറപ്പെടുന്നതിന് ഇടഞ്ഞു വന്ന് നെഞ്ചിലോട്ട് കയറിയിട്ട് ചന്തി മോന്നയിലോട്ട് വെച്ചിട്ട് കാലങ്ങോട്ട് വെച്ച് കവന്ന് ഒറ്റ കിടത്തയാണ്. ഇതിന്റെ കൂടെ മുള്ളൊക്കെ ഉണ്ട്, എല്ലാം ഉണ്ട്. ഭക്ഷണത്തിലും പോയിട്ടുണ്ട്, വായിലും പോയിട്ടുണ്ട്, എല്ലാം പോയിട്ടുണ്ട് പുള്ളിയത്. ഹലോ, അത് നെഞ്ചി കിടന്നത്, അത് നെഞ്ചി കിടന്ന് വളർന്നത്. അതിന്റെ തലമുറ ഇന്ന് എവിടെ കിടന്ന് വളരുന്നു? പള്ളയുടെ കീഴിൽ കിടന്ന് യേശുവിന്റെ നാമത്തിൽ വിലയേറിയത് കയ്യിലിരിക്കുന്നവരെ ഒരു സമ്മാനങ്ങളുള്ളവരൊന്ന് കരം ഉയർത്തി പിടിച്ച്, ഭാര്യയുള്ളവർ ഭർത്താവുള്ളവർ കഴിയുന്നവർ പൊക്കിപിടി, തലമുറയുള്ളവർ പൊക്കിപിടി, തലമുറയുള്ളവർ പൊക്കിപിടി. ഇവ രണ്ടും അതൊക്കെ വിലയേറിയതാണോ? ആണോ? ആണോ? വിലപ്പെട്ടതാണോ? ആണോ? സ്വത്രം അതിട്ടും ഇറങ്ങിപ്പോയതൊന്ന് കാണിക്കാൻ ആരെ എടുത്ത് പൊക്കും. പറയണ മനസ്സിലാക്കുമല്ലോ. ഹലോ, നീങ്ങുവാടി അവിടെ കൊണ്ടിന് പോലെ ഇവളുടെ അടുത്താണ് ഏറ്റവും കൂടുതൽ നടി കിട്ടുന്നത്. അവർക്ക് ഇപ്പൊ കഴിയാൻ പറ്റും. രാവിലെയൊക്കെ നമ്മളുടെ അടുത്ത് കിട്ടുന്നത്. കാരണം അത് ജന്മം കൊടുക്കല്ലേ. ഇവിടെ ഇങ്ങനെയാണ് കിടക്കുന്നത്, കണ്ടല്ലോ, കേട്ടോ. ഇനി കണ്ണ് തുറന്ന് നോക്കിയ നീയും അങ്ങനെ കിടന്നു. എന്റെ മോക്ക് 2 വയസ്സായപ്പോ തൊട്ട് വില്ലഞ്ചമോ കേട്ടിട്ടുള്ളവരോ കണ്ടിട്ടുള്ളവരോ ഒറ്റ ക്ഷമ ചമച്ച 14 ക്ഷമ ഏറ്റവും കുറഞ്ഞത് കാണും. പിന്നെ അതിൽ കൂടുതല. ഈ ക്ഷമ ചമയ്ക്കുമ്പോ അവള് കരയും, ഞങ്ങൾ രണ്ടും കരയും. അവൻ കുഞ്ഞ ഒരുപാട് രാത്രികൾ ഉണർന്നിരുന്ന് ഈ തോളിലും ആ തോളിലും മാറി മാറി ഉറങ്ങാതെ ചുമതല അവിടെ ഇരിക്കുന്നത്. ഇന്ന് മകളിനകത്തിരിക്കുന്ന തലമുറയെ കടമ എന്ത് കടപ്പാടുന്നത് ഇന്ന് പരിശുദ്ധാത്മാവ് നിന്നെ നിർത്തി സംസാരിക്കുകയാണ്. ഈ ഹൃദയത്തിന്റെ ഭിത്തികൾ ഇന്ന് പകൽ പൊടിയാണ്. ഈ ദൂതാത്മാവിൽ പകരുക. നിന്റെ ഹൃദയത്തിന്റെ
നമ്മുടെ വിലപ്പെട്ടതിനെ മോളെ നിങ്ങൾക്ക് രണ്ടുപേർക്ക് വിലപ്പെട്ടു. നിങ്ങൾക്ക് രണ്ടുപേരും വിലപ്പെട്ടത് എന്തുണ്ട്? ഒന്ന്, എവിടെ വളരുന്നത്? ഇവിടെ. ഷിജുപ്പി എവിടെ വളരുന്നത്? ഉമ്മ കൊടുത്താൽ മനുഷ്യന് കൊതി നീരില്ല. കാത്ത് നിന്ന് ഇന്ന് പകർന്നു പറയുന്നു, ഇതുപോലെയാ നാം വളർന്നത്. കരമടിച്ചൊന്ന് നന്ദി പറയാൻ പറ്റുമെങ്കിൽ അപ്പനെയൊക്കെ ഓർക്കപ്പെട്ടുണ്ടെങ്കിൽ ആ കരമൊന്ന് ചേർക്കടിച്ച് കടമയുടെ ആഴമറിയണമെങ്കിൽ ഇവർക്ക് വിലപ്പെട്ടതും വിലയേറിയതും ഇവരുടെ ഉദരത്തിൽ നിന്ന് പുറപ്പെടും. അതിന് ഇനി കുറച്ച് ടൈം കൊണ്ട് കണ്ടാവരാൻ താമസിച്ച. പക്ഷെ അതിനു മുമ്പ് ഈ തലമുറയോട് ഞാൻ പറയുക, നിങ്ങൾ എവിടെ കിടന്നെന്ന് പരിശുദ്ധാത്മാവോട് ഇടപെടുക. മനസ്സായത് മാത്രം ഒന്ന് നിറവേറി. രാത്രിയിലും പകലും ഉറക്കമില്ല. ഈ കുഞ്ഞിനെ കൊണ്ട് ഓട്ടം. LMS ജോക്കപ്പെടപ്പോഴാണ് വീട്ടിൽ പോയി ക്യൂ എടുത്ത് അവിടെ നിൽക്കുക. ദിവസങ്ങള്, ആഴ്ചകള്, മാസങ്ങള്. 4:20 അടിച്ചു കഴിഞ്ഞ ഇത് രണ്ടിനെ കാണാതിരുന്ന ഒപ്പറാണ്. 4:20 കഴിയുമ്പോൾ ഞാൻ ഇവിടുന്ന് വായിക്കാൻ സ്റ്റാർട്ട്. ഞാൻ എല്ലാം പറഞ്ഞാൽ നിങ്ങൾക്കൊക്കെ, നിങ്ങൾ ഈ മക്കളുമാർ നിങ്ങളൊന്ന് അറിയണം. ഒരു രാത്രി ഞാനൊരു സ്വപ്നം കാണുക. അഷ്ടമുടി കായലിനകത്ത് ഒരു വലിയ കായലിന്റെ നടുവിൽ ഇങ്ങനെ തുഴഞ്ഞ് താന്ന് പോവാണ്. കരയെത്തുന്നില്ല. ഞാൻ ഇതിനെ പിടിക്കാനായിട്ട് പുറത്തേന്ന് കടന്ന് നീന്തുവോ. കായലല്ലേ. ഈ സ്വപ്നം കണ്ടിട്ട് ചാടി കുട്ടി എഴുന്നേറ്റ് അന്നിവിടെ ഈ റൂമിൽ ഇവിടെ റൂമുണ്ട്, അവിടെ കട്ടലിൽ കിടക്കുക. അവിടെ ചെന്ന് അവിടെ ഭയങ്കര ഉറക്കം. തലയിൽ കൈ വെച്ച് ഏകി കരയുക. ശുശ്രൂഷ മുഖത്ത് നിൽക്കുന്നത് കൊണ്ട് ശരി പാസ്റ്റർ പറഞ്ഞതുപോലെ വിഷാലരുന്ന സിംഹം പോലെ ആര് വിഴുങ്ങേണ്ടു എന്ന് ഊടാടിക്കൊണ്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെ ഉപവാസവും പ്രാർത്ഥനയുമായിട്ട് ബോംബെയിലും ഛത്തീസ്ഗഡിലും ഗുജറാത്ത്, അവിടെ ആന്ധ്രയിലും തമിഴ്നാട്ടിലൊക്കെ പോയി അനേക നൂറുകണക്കിന് വ്യക്തികളുടെ ഭൂതങ്ങൾ ഇറങ്ങി അവർ വിടുതൽ അനുഭവിക്കുമ്പോൾ മൊത്തോ പോരാട്ടം ഞങ്ങൾ കുടുംബത്തിൽ. അതിനകത്തുനിന്ന് കർത്താവ് ഇതുവരെ ഞങ്ങൾ നിർത്തിയതല്ല, ദൈവം നിർത്തിയതാ. അതുകൊണ്ട് തലമുറകളെ കടമ മറന്നുകൊണ്ടൊരു ജീവിതം എല്ലാ കുഞ്ഞുങ്ങളും കണ്ണടച്ച്
ആമേ. നല്ല കൽപ്പനമ്മമാരെ ഒന്ന് ഓർത്തൊരു സ്വന്തം പറഞ്ഞ് കണ്ണുകളോടെ ഇറുക്കി അങ്ങോട്ട് അടച്ച് കരമുയർത്തി ദൈവത്തിന് നന്ദി പറയാൻ ആത്മാവ് പ്രേരിപ്പിക്കുന്നെങ്കിൽ ഒത്തിരി ഒരുമിച്ച് ഇങ്ങനെ യാത്ര ചെയ്ത് പോകുമ്പോഴത്തേക്ക് പറയും അച്ഛാ 20 രൂപ. ആ കൊട്ടിയക്കാരുടെ കടയിൽ അപ്പുറത്ത് വെച്ച് ഇപ്പോഴും ഓർമ്മയില്ല. ഞാൻ ചേച്ചിയുടെ പ്രാർത്ഥന കഴിഞ്ഞ് പോയി ഒരു ദിവസത്തെ ഹലോ വലുതായിട്ടുണ്ട്. 20 എന്ന് പറഞ്ഞാൽ 50 എന്ന് പറഞ്ഞാൽ ആ അപ്പനൊക്കെ ഒന്നും സമ്പാദിച്ചില്ല. സമ്പാദിച്ചല്ല മക്കൾക്ക് അവരല്ലേ കാരണം അങ്ങനെ വളർന്ന തലമുറകളാണ്. അങ്ങനെ വളർന്നു ഇന്നും കൊടുക്കും. ഇന്നും 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 ഇല്ലേ അറിയാം. ഇതൊക്കെ ആ സ്നേഹം സന്തോഷത്തോടെ ഇത് ഓരോരുത്തരുടെ അനുഭവമല്ല. നമ്മൾ ഓരോരുത്തരുടെ അനുഭവമാണ്. ഈ ദൂത് ഞാൻ എങ്ങനെ എടുത്തെന്ന് പരിശുദ്ധാത്മാവിന് എനിക്ക് തന്നത് എന്തിനെന്നറിയാം. ഈ ഭൂമിയിൽ നാം പാർക്കുമ്പോൾ നമ്മുടെ അപ്പനെയും അമ്മയോട് ശ്രദ്ധിക്കണേ. നമുക്ക് ഇത്രയേറെ സ്നേഹം കയറിയപ്പോ ഇനി എന്നെ ഒന്ന് നോക്കിയേ. കാൽവരിയിൽ നമ്മളെ പോലെ ഒരു പുത്രൻ, എന്റെ കൂടെ വരണേ. കാൽവരിയിൽ നമ്മെ പോലെ ഒരു വാത്സല്യ പുത്രൻ, പിതാവ് കൈവിടപ്പെട്ടവനായി, പിതാവ് മുഖം മറയ്ക്കപ്പെട്ടവനായി ഒറ്റയ്ക്ക് ക്രൂശിലോട്ട് കയറുന്നു. എന്തിനെന്നറിയാമോ? ഞാനും നിങ്ങളും അടങ്ങുന്ന ഒരു വലിയ പുത്രി സംഘത്തെ വീണ്ടെടുക്കുക. ഒരു നിമിഷം കണ്ണടച്ച്, ഒരു നിമിഷം കണ്ണെല്ലാം അടച്ച്. ക്രൂശില്ലെങ്കിൽ നമുക്കൊന്നുമില്ല.
നടന്നിരിക്കുന്നത്. പുത്രനായ യേശു പിതാവായ ദൈവത്തിന് വിലപ്പെട്ടതായി, വിലയേറിയതായിരുന്നു. പിതാവിന് സ്വർഗത്തെക്കാൾ വലുതായിരുന്നു പുത്രൻ. ഒരു നിമിഷത്തേക്ക് ആ പുത്രനെ കൈവിടുക. എന്തിനെന്നറിയാമോ? ഞാൻ നിങ്ങളുടെ പുത്രിയും പുത്രന്മാരും. യേശുവിനെ നമ്മൾ വിളിക്കാൻ തോന്നുന്നോ? ഈ ഒഴുകുന്ന കണ്ണുനീർ പുഴയുണ്ടല്ലോ, ഇതിൽ സ്വർഗ്ഗം സാധിക്കുന്നതാ. ഈ യൗവനക്കാരുടെ ഹൃദയത്തിൽ ഒരു തകർച്ച ഉണ്ടായി. അവരെ കണ്ടത് കണ്ണുനീര് വരുന്നേ. കർത്താവിനോടുള്ള സ്നേഹത്തിൽ ചില മിനിറ്റ് കർത്താവേ, നീ എനിക്ക് വിലപ്പെട്ടത്, നീ എനിക്ക് വിലയേറിയതാ, എനിക്ക് വേണ്ടി ക്രൂശിൽ തകർന്നപ്പെട്ട കർത്താവേ, എനിക്ക് വേണ്ടി മുഴുവിലെയും ക്രൂശിൽ നൽകി കർത്താവേ, അങ്ങേ സ്നേഹിപ്പം, അങ്ങേ ഹൃദയത്തിന്റെ ആഴത്തിൽ നിന്നും സ്നേഹിപ്പം, അങ്ങേക്കാൾ വിലമതിക്കപ്പെട്ടതൊന്നും
സ്നേഹം ഈ പകലോടത്തിൽ ഒന്ന് സമർപ്പിച്ച് നമ്മുടെ മാതാപിതാക്കളെ സ്നേഹിക്കുന്നതോടൊപ്പം നമ്മുടെ മക്കളെ, നമ്മുടെ തലമുറകളെ സ്നേഹിക്കുന്നതോടൊപ്പം ക്രിസ്തു എന്ന ധനം ഇന്ന് നമുക്ക് ഭയങ്കര വിലയേറിയതാകട്ടെ, വിലയേറിയതാകട്ടെ. ക്രിസ്തു ഒരു വലിയ നിക്ഷേപമാകട്ടെ. അല്ലേ? പതിഞ്ഞു. നമുക്ക് വിലപ്പെട്ടത് വിലയേറിയതുണ്ടല്ലേ? അല്ലേ? നമ്മുടെ വീട്ടിൽ വിലപ്പെട്ടതുണ്ട്, വിലയേറിയതുണ്ട്. പക്ഷേ അബ്രഹാമിനോട് ദൈവം ചോദിച്ചു, ഇനി ശ്രദ്ധിച്ച് കേൾക്കണം. അബ്രഹാമിനോട് ദൈവം ചോദിച്ചു, പക്ഷേ നമ്മളോട് കർത്താവ് തിരികെ ചോദിച്ചിട്ട് നമ്മുടെ ഹൃദയത്തിലേക്കും ചോദിച്ചിട്ടില്ല. ആ സ്നേഹം എത്ര പേർക്ക് അറിയാം? ഹല്ലേലൂയ. അബ്രഹാമിനോട് പറഞ്ഞു, അബ്രഹാമേ, നീ സ്നേഹിക്കുന്ന ഏകജാതനായ മകൻ ഇസ്ഹാക്കിനെ തന്നെ മോറിയ മലയിൽ എനിക്ക് യാഗമായി 25ഓളം വർഷം ആത്തിരുന്ന് പ്രാപിച്ചതാ, വില കൊടുത്ത് പ്രാപിച്ചതാ. നക്ഷത്രത്തെയും കടൽക്കരയിലെ മണൽത്തരിയും വാരി വാരി എണ്ണി 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 വാറ്റത്തെ മുറുകെ പിടിച്ച് കാത്തിരുന്ന വൃദ്ധനായ ഒരു ദൈവപുരുഷനാണ് ഇസ്ഹാക്ക്. അബ്രഹാമിന് വിലയേറിയതാ. ഇസ്ഹാക്ക് അബ്രഹാമിന് വിലപ്പെട്ടതാ, വിലപ്പെട്ടത്. പക്ഷെ ദൈവം പറഞ്ഞു, വിലയേറിയതും വിലപ്പെട്ടതുമായ ഇസ്ഹാക്കിനെ എനിക്ക്. ആ ദൈവ മനുഷ്യനൊന്ന് കാണും. ദൈവ ശബ്ദം കേട്ട ആ സമയത്ത് ധൃതിയോടെ ഒരുക്കങ്ങൾ കൊണ്ടുകയറുന്ന അതാ നമ്മൾ വായിച്ചു നിർത്തിയ ഭാഗങ്ങൾ. അബ്രഹാം അധികാരത്തെ എഴുന്നേറ്റു, കഴുതയ്ക്ക് പുറപ്പെട്ടു, ബാല്യക്കാരെ കൂട്ടി വിറക് കീറി അടുക്കി, തീയെടുത്തു, കത്തിയെടുത്തു, തന്റെ മകനെ ഇസ്ഹാക്കിനെ കൂട്ടി യാത്ര ചെയ്യുക. ധൃതിയ എത്ര പേർക്കുണ്ട് വിലയേറിയത് ദൈവസ്ഥലത്തിൽ അർപ്പിക്കാൻ ധൃതി? വെറുതെ ഇരുന്ന് കേൾക്കല്. നമ്മുടെ വിലപ്പെട്ടതിനെ ദൈവത്തിന് അർപ്പിക്കാൻ എത്രമാത്രം തീഷ്ണതയുണ്ട്. നമ്മുടെ വിലയേറിയത് ദൈവസന്നിധിയിൽ നിന്ന് ഒന്ന് തെന്നി മാറി ഒഴുകി നടക്കുമ്പോ അകത്ത് കളിച്ചിട്ടുണ്ടോ? ചെവി തുറന്നത് കേൾക്കണേ. നമ്മുടെ വിലയേറിയത്, നമ്മുടെ വിലപ്പെട്ടത് ആ ദൈവ സാന്നിധ്യത്തിൽ നിന്ന് തെന്നി അകന്ന് നിൽക്കുന്നത് ഇന്ന് പകൽ ഹൃദയത്തിനകത്ത് വേദനയായി നമ്മളോട് വേദനയോടെ ഈ ദിവസം നിലവിളിക്കാൻ ആത്മാവിനെ വിടുന്നു. ആ ഒരു ദൂത് വന്നത് കൊണ്ട് ഞാൻ ചേർന്ന് പറഞ്ഞത് നമ്മുടെ വിലയേറിയതാ. ഹലോ, കണ്ടു തുറന്നേ. നമ്മുടെ മക്കൾ നമ്മുടെ വിലയേറിയതാ. നമ്മുടെ ദർശനത്തോട് ചേർന്ന് നിൽക്കുന്നോ? അവർക്കുണ്ടായിരുന്ന ദർശനത്തിൽ അവരിപ്പോ ഉണ്ടോ? ഉണ്ടോ? ഇതിനാ കരയേണ്ടത്. എവിടെ കേൾക്കാം ഇതിന് കരയണമെന്ന്? നിജമോ കഴിഞ്ഞ വിഷയം എടുത്തു. യേശു കർത്താവിന്റെ ക്രൂശിന്റെ ആ ചുറ്റിൽ നിന്ന് കരയുവാനായിട്ട് ജനം എഴുന്നേറ്റപ്പോ യേശുവിന്റെ പുത്രിമാരെ, ഇത് പിതാവിന്റെ
വെളിപ്പാട് കിട്ടി കരഞ്ഞോ? അബ്രഹാമിന്റെ വിലപ്പെട്ടത്, വിലയേറിയത് അബ്രഹാം കൈക്ക് പിടിച്ചുകൊണ്ട് ദൈവം തന്നോട് കൽപ്പിച്ച മോറിയ മലയെ ദർശനമാക്കി കൊടുത്തു. എന്താണെന്നറിയാമോ? ശ്രദ്ധിക്കണേ. അബ്രഹാമിന് ദൈവത്തോടൊരു കടപ്പാട്, അനുസരണത്തിന്റെ കടപ്പാട്. മനസ്സിലാകുന്നു? ഇതൊക്കെ എനിക്കടുത്തടിച്ച ചോദ്യം. അബ്രഹാമിന് ദൈവത്തോടൊരു അനുസരണത്തിന്റെ കടമ. ദൈവം ചോദിച്ചത് വിലയേറിയത്, വിലപ്പെട്ടതാണ്. അബ്രഹാം കൈക്കൊക്കെ പിടിച്ചിട്ട് നടക്കും. ഈ യാത്രയിൽ മൂന്നാമത്തെ ദിവസം സ്ഥലം കണ്ടു. ബാല്യക്കാരോട് പറഞ്ഞു, നിങ്ങൾ കഴുതയുമായി ഇവിടെ നിൽപ്പി. ഇത്രയും നേരം കഴുതയുണ്ടായിരുന്ന യാത്രയിൽ ഇത്ര നേരം ബാല്യക്കാരുണ്ടായിരുന്നു. അവരെ എല്ലാം താഴ്വരയുടെ അടിവാരത്ത് നിർത്തിയിട്ട് ഇപ്പോൾ അപ്പനും മകനും തനിയെ യാത്ര ചെയ്യുക. എന്റെ ദൂതിന്റെ പേരിൽ ചേർത്ത് പറഞ്ഞാൽ കടമയും കടപ്പാടും തമ്മിലൊരു യാത്ര. തുറന്ന് കേൾക്കാൻ ഏതൊക്കെ കടമയും പിന്നെ കടപ്പാടും കൂടെ ചേർന്ന് ഒരു യാത്ര. ആര് കടമ? അബ്രഹാം. അബ്രഹാം കടമയാണെങ്കിൽ ആര് കടപ്പാട്? ഇസ്ഹാക്ക്. അബ്രഹാം ദൈവത്തിന്റെ മുമ്പിൽ അനുസരണത്തോടെ തന്നെ കടമ നിർവഹിക്കാൻ മകനെ കൈപിടിച്ച് നടക്കുമ്പോ അബ്രഹാമിന്റെ ഹൃദയത്തിൽ വാഴ കയറി ചെല്ലുന്നത് ഒറ്റ ചോദ്യം. എന്താ ചോദ്യം? പറയാം. നിങ്ങൾ വായിച്ചിട്ടുണ്ടോ? ദൈവന്റെ കാര്യം പറയാം. അപ്പാ, വിറകുണ്ട്, തീയുണ്ട്, കത്തിയുണ്ട്, യാഗത്തിന് ആട്ടിൻകുട്ടി, മൃഗം എവിടെ? അല്ലേ? ഇസ്ഹാക്ക് എന്താ ചോദിച്ചത്? ആട്ടിൻകുട്ടി, യാഗത്തിന് മൃഗം. 12 വയസ്സുള്ള ഇസ്ഹാക്കിന് യാഗം കഴിക്കാൻ എന്തെന്ന് വേണമെന്ന് അറിയാമായിരുന്നെങ്കിൽ 12 വയസ്സിന് മുകളിലെ അച്ചാച്ചമാരും അച്ചാമ്മമാരൊക്കെ ഞായറാഴ്ച ഈ ദൂതകത്ത് കിടക്കണം. ഇന്ന് സംഗീതത്തിൽ വായിച്ചപ്പോ ആലയെന്ന് പറയുമ്പോ നിന്റെ അകത്ത് പരിശുദ്ധാത്മാവുണ്ട്. നിന്റെ അകത്ത് പരിശുദ്ധാത്മാവിന്റെ പ്രവചന ശുശ്രൂഷ ഉണ്ടായിരുന്ന വ്യക്തി 9 മണിയാവുമ്പോ നിന്റെ കാൽ ആലയത്തിൽ ചവിട്ടിയില്ലെങ്കിൽ നീ വീണ് കിടക്കുന്നത് നിങ്ങൾ തിരിച്ചറിയണം. മനസ്സിലായോ? എവിടെയാണെന്ന് പറഞ്ഞിരിക്കണം. ആലയം എന്ന് പറഞ്ഞാൽ സന്തോഷമായിരുന്നവർ, ആലയം എന്ന് പറഞ്ഞാൽ ആനന്ദമായിരുന്നവർ. സമർപ്പണപ്പെട്ട് തീർന്നാലും ആരാധന തുടങ്ങിയാലും അവൻ ആലയത്തിൽ വരുന്നില്ലെങ്കിൽ നീ എവിടെയെന്ന് ഇവർ അറിയണം. നിങ്ങൾ ആരെ ബുദ്ധിമുട്ടിപ്പിക്കല്ല. എന്റെ കയ്യിൽ സാധനമുണ്ട്. നിങ്ങൾ ആരും കുതിക്കുന്നു നോക്കണ്ട. ഞാൻ നോക്കിക്കൊണ്ട് നിൽക്കുന്നു. നിങ്ങൾ എന്നെ നോക്കിക്കൊണ്ട് തരും. ഒരൊറ്റ ചോദ്യം. അപ്പാ, യാഗത്തിന്റെ പ്രധാന സാധനം എവിടെ? ശ്രദ്ധിക്കണേ. അബ്രഹാമിന്റെ മറുപടി, ദൈവം എനിക്കൊരു ആട്ടിൻകുട്ടിയെ കരുതിക്കും. ഇസ്ഹാക്കൊന്നും അറിഞ്ഞില്ലേ? മോറിയ മലയുടെ മുകളിൽ ചെന്നു. എന്നെ നോക്ക്. അബ്രഹാം യാഗപീഠപ്പെട്ടത്. അബ്രഹാം എന്ത് ചെയ്യുന്നു? യാഗപീഠം. അടുത്ത ശ്രദ്ധിച്ച് കേട്ട്. അബ്രഹാം തന്റെ മകന്റെ
കാലുകൾ കൂട്ടിക്കെട്ടി, കൈകൾ കൂട്ടിക്കെട്ടി. ഇസഹാക്കിനൊന്നും മനസ്സിലായി. കാലും കൈയിൽ കൂട്ടിക്കെട്ടിയിട്ട് ഇസഹാക്കിന്റെ കയ്യിൽ കോരിയെടുത്ത് കഴിഞ്ഞ നാളുകളിൽ വാട്ടത്തെ നോക്കി ഉമ്മ വെച്ച ഇസഹാക്ക് എന്റെ കൂടെ വരണേ. ഹലോ, 25 വർഷം കാത്തിരുന്നിട്ട് കിട്ടിയ, 25 വർഷം വില കൊടുത്തിട്ട് കാത്തിരുന്ന് കിട്ടിയ തന്റെ വിലയേറിയ, തന്റെ വിലപ്പെട്ട താൻ കഴിഞ്ഞ 12 വർഷമായി കൈകളിൽ എടുത്ത് മാറി മാറി കവിടുകളിൽ ഉമ്മ വെച്ച ആ ഇസ്ഹാക്കിനെ ഇപ്പൊ യാഗപീഠത്തിന്റെ മുകളിലേക്ക് വിലയേറിയതിനെ കിടത്തി. കേട്ടോ, കൈകാലി കെട്ടിയപ്പോഴും ഇസ്ഹാക്കിനൊന്നും മനസ്സിലായില്ല. പക്ഷേ യാഗപീഠത്തിന്റെ മുകളിൽ അടുക്കിയ വിറകിന്റെ മേൽ 12 വയസ്സുള്ള ഇസ്ഹാക്കിനെ കിടത്തിയപ്പോ ഇസ്ഹാക്കിന് ഒരു കാര്യം മനസ്സിലായി. അപ്പന്റെ ആട്ടിൻകുട്ടി ഞാനാ. ആ കരവൻ അടിച്ചു കെട്ടാമെന്ന് നടന്നു വിളിക്കേ. അപ്പന്റെ ആട്ടിൻകുട്ടി ഞാനാണെന്ന് ഇസ്ഹാക്ക് തിരിച്ചറിയില്ല. അപ്പന്റെ കടമ നിർവഹണ ശുശ്രൂഷയില് യാഗപീഠത്തിന്റെ മേലെ കിടക്കുന്ന ഇസഹാക്ക് അടുത്ത സെക്കൻഡുകൾ കഴിയും മുമ്പേ എന്റെ കഴുത്ത് ഛേദിക്കപ്പെടും, എന്റെ അടിയിൽ തീ കത്തും, ഞാൻ ചാരമായി തീരുമെന്ന് അറിവുള്ള 12 വയസ്സുള്ള പക്വതയുള്ള ഇസഹാക്ക് യാഗപീഠത്തിൽ നിന്ന് ചാടിയില്ല. കേട്ടോ, അപ്പ അടിയിലേക്ക് പറഞ്ഞില്ല. കേട്ടോ, ദൂത് ചെവിക്കുമെന്ന് കേട്ട് അപ്പന്റെ കടമ ഇത് നിർവഹിക്കുക, മകന്റെ കടപ്പാട് ഇതുപോലെ പിടികിട്ടിയ 12 വയസ്സുള്ളവരാരുണ്ട്? ആരാ 12 വയസ്സുകാരൻ? നീ എത്ര വയസ്സ്? 12, 13 കോടികൾ 14. അവനെ എഴുന്നേറ്റ് വരാൻ വയ്യ. സ്വത്രം എത്രയായ പോലെ യാഗം കഴിക്കുന്ന പല പ്രാവശ്യം കണ്ടിട്ടുണ്ട് ഇസഹാക്ക്. കൈകാലം കൂടെ കെട്ടി യാഗപീഠത്തിന്റെ വിറകിന്റെ മുകളിലോട്ട് വെച്ചപ്പോഴത്തേക്ക് ഈ മകൻ എന്ത് മനസ്സിലാകും? അപ്പനിപ്പൊ കത്തി കൊണ്ട് കഴുത്ത് അറുക്കും. അടുത്തത് എന്ത് ചെയ്യും? എന്റെ അടിയിൽ അടുക്കിയിരിക്കുന്ന വിറകിൽ അപ്പനിപ്പൊ തീയിടും. ഞാൻ ആരാകും? പറ. ഇവനാണെങ്കിൽ അത്രയും നിങ്ങൾ പറഞ്ഞില്ല. അത് മതി. ഇസ്ഹാക്കിനെ കാണും. തന്റെ അപ്പൻ കടം നിർവഹിച്ചപ്പോൾ പുത്രൻ തന്റെ അപ്പനോട് കടപ്പാട് നിർവഹിക്കുക. തോളിൽ കിടന്ന മോളുമാരും മോമാരൊക്കെ കേൾക്കണം. തോളിൽ കിടന്നുറങ്ങിയ വിലയേറിയതായ മോനും മോളുമാരും ഓർക്കണം. എനിക്ക് അപ്പനോട്, അമ്മയോട്, ശുശ്രൂഷകരോട് വിലയേറിയ ഒരു കടപ്പാടുണ്ട്. അവർ നിന്റെ കടമ നിർവഹിച്ചപ്പോൾ നിന്നെ ജനിപ്പിച്ചു, നിനക്ക് വിദ്യാഭ്യാസം തന്നു, നിനക്ക് ഭക്ഷണം തന്നു, നിനക്ക് വസ്ത്രം തന്നു, നിനക്ക് ആരോഗ്യം ഉണ്ടാക്കി തന്നു, നിന്നെ ചികിത്സിപ്പിച്ചു, അവർ ബോധനത്തെല്ലാം നിന്നെ കൊണ്ടുവിടുന്നു, അവർ നിന്നെ താരാട്ടുപാടി ഉറക്കി, അവർ നിന്നെ ഉറക്കി നാളിന് വരെ അവരുടെ നിന്നെ തോളിൽ വധിച്ചു കൊണ്ടുപോയി നിനക്ക് വേണ്ട നിന്റെ അപ്പനും അമ്മയും നിർവഹിച്ചെന്ന ബോധ്യം ഇതിനകത്തിരിക്കുന്ന ഓരോ സന്താനങ്ങൾക്കും ഈ പകൽ ഉണ്ടാകണം. അപ്പനും അമ്മയും കടമ നിർവഹിച്ചില്ലെന്ന് പരാതിയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഉണ്ടോ? 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 അപ്പൊ മക്കൾ കടലിരുന്നത് വലിയ പറഞ്ഞു. അപ്പൊ കടമ നിർവഹിക്കുന്നുണ്ടോ? ഉണ്ട്. അമ്മ നിർവഹിക്കുന്നുണ്ടോ? ഉണ്ട്.
ഉണ്ട്. അപ്പൊ നിനക്കിനി എന്തുണ്ട്? നിനക്കിനി എന്തുണ്ട്? ഇസ്ഹാക്കിന് എന്തുണ്ട്? കടപ്പാട്. ഹല്ലേലൂയ. അഭിഷേക് നിനക്കെന്തുണ്ട്? കടപ്പാട്. ഇപ്പൊ മനസ്സിലായോ? കടമ മനസ്സിലായി വിടുക. അപ്പൊ അപ്പനും അമ്മയും കടമ നിർവഹിച്ചെങ്കിൽ നിനക്കെന്തുണ്ട്? കടപ്പാട്. എന്തുണ്ട്? എന്തുണ്ട്? കടപ്പാട്. അപ്പേ എനിക്ക് നീല കളറുള്ള ഷൂ മേടിക്കോടാ, വന്നിട്ടുണ്ടടാ. എനിക്കിപ്പോ ചിക്കൻ ഫ്രൈ വേണം, മേടിക്കോ. എനിക്ക് വെച്ച് വേണം, എനിക്ക് അത് വേണം, ഇത് വേണം, എനിക്ക് മാറ്റി വേണം, കിട്ടോ? അത് അപ്പന്റെയും അമ്മയോട് ചോദിച്ചാലും അപ്പനോട് ചോദിച്ചാലും കിട്ടും. കിട്ടില്ല പറയും. അപ്പൊ അവരെന്ത് ചെയ്യുന്നു? കടമ. അപ്പൊ നിനക്കെണ്ണുണ്ട്, എല്ലാം വേദിച്ചടിച്ചിട്ട് ഇങ്ങനെ കിടക്കാനല്ല. നിനക്കെണ്ണുണ്ട്, എന്നുണ്ട് കടപ്പാട്. അതുകൊണ്ടാ 12 വയസ്സിലെ തിരിച്ചറിവിൽ യാഗപീഠത്തിൽ നിന്ന് ചടിക്കാത്തത്. 12 വയസ്സുള്ള ഇസ്ഹാക്ക് യാഗപീഠത്തിൽ നിന്ന് ചടിക്കാത്തത്, വിറക് പൊളിച്ചിടാത്തത്, ചാടി എഴുന്നേൽക്കാത്തത് ഇതുവരെ തിരിച്ചറിയാൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. എത്ര പേർക്ക് മനസ്സിലായി? എത്ര പേർക്ക് മനസ്സിലായി? ഇസ്ഹാക്ക് നദിയിലെ കത്തിയപ്പോ വീഴുമെന്ന് അറിയാമോ? കണ്ടെടുക്കുമെന്ന് തീ കത്തിക്കുമെന്ന് അറിയാമോ? അറിയാം അല്ലേ? ശ്രദ്ധിക്കണേ. പക്ഷെ എന്ത് ചെയ്തില്ല? എഴുന്നേറ്റില്ല. വിറകിനെ പൊളിച്ചു കളഞ്ഞില്ല. യാഗം മുടക്കിയില്ല. ശ്രദ്ധിച്ചേ. ഇസ്ഹാക്ക് തിരിച്ചറിഞ്ഞു. എന്നെ ഇനിയുള്ള പോയിന്റ് ശ്രദ്ധിക്കണം, ഞാൻ നിർത്താൻ പോവാ. ഇസ്ഹാക്ക് തിരിച്ചറിഞ്ഞു തന്റെ അപ്പന്റെ ആട്ടിക്കുട്ടി താനാ. ആമേൻ പറ. തന്റെ കഴുത്ത് ഛേദിക്കപ്പെടും. ഇസ്ഹാക്ക് അറിഞ്ഞു. താനിപ്പോ ഒരു പിടി ചാരമാകും. ഇസ്ഹാക്ക് അറിഞ്ഞു. അപ്പനോടുള്ള കടപ്പാട് എന്തെന്നറിയാമോ? തന്റെ ജീവനെ അപ്പന്റെ മുമ്പിൽ കടപ്പാടായിട്ട് ഏൽപ്പിച്ചു. ഇസ്ഹാക്ക് കടപ്പാട് നിർവഹിക്കുന്നത് എങ്ങനെയാണ്? കരം കൊടുത്തെന്ന് പറഞ്ഞ് ഇസ്ഹാക്ക് മാരുടെ ഇവിടെ ഇരിക്കുകയാണ്. ഞാനിപ്പോ ചോദിക്കുക എന്താണ് പറഞ്ഞതറിയാം? ഇവിടെ കൊടുത്ത കരം, എനിക്ക് കൊടുത്ത കരം. ഇസ്ഹാക്ക് എന്ത് ചെയ്തു? കടപ്പാട് പൂർത്തീകരിക്കാൻ തയ്യാറ്. ഇസ്ഹാക്ക് എന്താ ചെയ്തത്? കടപ്പാടായിട്ട് എന്ത് ചെയ്തു? മക്കളന്മാരെല്ലാം കഴിയുത്തി. മക്കൾ അപ്പൻ്റെ അമ്മയെ മക്കളായിട്ടുള്ളവരല്ല. എല്ലാ മക്കളും ജീവൻ കൊടുക്കുന്ന സ്നേഹമുണ്ടോ? ഇല്ല പാസ്റ്റർ. ജീവൻ കൊടുക്കുന്ന സ്നേഹം ഇല്ല പാസ്റ്റർ. ഹലോ, ജീവൻ കൊടുക്കുന്ന സ്നേഹം ഇല്ല. ജീവൻ കൊടുക്കുന്ന സ്നേഹം ഇല്ല. ഒരു 5 മണിക്കൂർ ത്യാഗം സഹിക്കാൻ, ഒരു ആശുപത്രിയുടെ പിന്നിലേക്ക് 10 ദിവസം കിടക്കാൻ, നമ്മളെല്ലാം ഇസ്ഹാക്കുമാരെ. ഞാൻ പക്ഷെ എന്റെ അപ്പുറം പോയി, എന്റെ സമയം പോയി. ഞാൻ ഇസ്ഹാക്കാണ്, എന്റെ റിലേഷനിലേക്ക് പോയി. എന്നെ നോക്കി. നമ്മളെല്ലാം ഇസ്ഹാക്കുമാരാണ്. നമ്മൾ ഏതിന് വിധിക്കപ്പെട്ടതെന്നറിയുമോ? ജീവൻ. എന്തിന് വിധിക്കപ്പെട്ടവൻ? ശരിപാശ്രയൻ. എന്തിന് വിധിക്കപ്പെട്ടവൻ? ജീവൻ. ആരാണ് ഇസ്ഹാക്ക്? അല്ലെ? അബ്രഹാമിനോട് അനുസരിച്ച് കടപ്പാട് നിർവഹിക്കുക, ജീവൻ കൊടുക്കാൻ നിൽക്കുക.
പറഞ്ഞേ, എന്റെ അപ്പനും അമ്മയ്ക്കും, എന്റെ അപ്പനമ്മമാർക്ക് ഇപ്പൊ രണ്ടപ്പനും രണ്ടമ്മയ്ക്ക് എല്ലാവരും കൊടുക്കും ജീവൻ. ഇതിനകത്ത് പാപം എന്ന പിശാച് വേണ്ടിയതുണ്ടെങ്കിൽ ഒരു നിമിഷം സമ്മതിച്ചു. രണ്ടപ്പനും രണ്ടമ്മയാണോ? ആണോ? അല്ലേ? രണ്ടപ്പനും അമ്മയില്ലേ? കുടുംബ ജീവിതത്തിലേക്ക് കയറിയവർക്കല്ലേ രണ്ടപ്പനും അമ്മയുണ്ട് അല്ലേ? അല്ലേ? സ്വന്തം കച്ചവടത്തിലേക്ക് കയറില്ലല്ലോ. ഒരു നിമിഷം കണ്ടു നടത്തി. എല്ലാവരും ഇസ്രായേൽമാരല്ലേ? എന്താണ് കടപ്പാട്? എന്റെ മുഖത്തോട് മുഖം ഒന്ന് കണ്ണു തുറന്നിട്ട് കൈ കൊടുത്തിട്ടെന്ന് പറഞ്ഞ് അടുത്തിരിക്കുന്ന ആരായാലും വേണ്ടത് ഇസ്രായേൽമാരല്ലേ? പറയണം മക്കളെ, എന്ത് ചെയ്യണം? എന്ത് ചെയ്യണം? കടപ്പാട് എങ്ങനെയാണ്? ജീവൻ കൊടുത്തു അല്ലെ? അബ്രഹാമിനോട് കടപ്പാട് നിർവഹിച്ച എങ്ങനെയാണ്? എങ്ങനെയാണ്? കൈ തന്നെ അപ്പനമ്മയ്ക്ക് വേണ്ടി എന്ത് ചെയ്യണം? ജീവനെ കൊടുത്തു അല്ലെ? അതാണ് കടപ്പാട്. ഇപ്പൊ കടമയും കടപ്പാട് മനസ്സിലായോ? ആയോ? ഇനി നമുക്ക് മുമ്പ് ഒരു ഇസഹാക്ക് മോറിയ മലയ്ക്ക് പകരം കാൽവറി മലയിൽ നമുക്ക് മാതൃക കാട്ടി